ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എബ്രായ ലേഖനം 11 അധ്യായം 28 വാക്യം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വിജയകരമായ ക്രിസ്തു ജീവിതം നയിക്കുവാനാണ്. അതിന് ദൈവവിളിയുടെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്കോട്ട്ലൻഡിലെ അബെർഡിനിൽ 1874 ജൂലൈ 24 ഓസ്വേഡ് ചേംബേഴ്സ് ജനിച്ചത്. CH സ്പർജൻ്റെ ശുശ്രൂഷയിൽ കുട്ടിക്കാലത്ത് തന്നെ ഓസ്വേഡ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. ഡുനോൺ കോളേജിലെ വൈദിക പഠനത്തിന് ശേഷം അമേരിക്കയിലും ബ്രിട്ടനിലും ജപ്പാനിലും അദ്ദേഹം വേദപഠന ക്ലാസുകൾ നടത്തി. 1906 മുതൽ 1910 വരെ അത് തുടർന്നു. പിന്നീട് 1911 ലണ്ടനിലെ ക്ലാഫ്വിൽ അദ്ദേഹം ബൈബിൾ ട്രെയിനിങ് കോളേജ് സ്ഥാപിച്ച് അതിൻ്റെ പ്രിൻസിപ്പളായി. 1915 ഒന്നാം ലോകമഹായുദ്ധം വരെ അത് തുടർന്നു. 1915 ഒക്ടോബറിൽ ഈജിപ്തിലെ സെയ്റ്റ് ടൗണിലേക്ക് കപ്പൽ കയറിയ ഓസ്വേൽഡ് അവിടെ ദീർഘകാലം YMCAയുടെ ചാപ്ലൈനായി. ഓസ്ട്രിയയിലെയും ന്യൂസിലൻഡിലെയും ആളുകളോടൊപ്പം പ്രവർത്തിച്ചു. 1917 നവംബർ 15 അപ്പൻഡിക്സിനുണ്ടായ വീക്കത്തെ തുടർന്ന് നടത്തിയ ഒരു സർജറിയോടനുബന്ധിച്ച് അദ്ദേഹം മരണമടഞ്ഞു. അതിനുശേഷം ഓസ്വേഡിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ധ്യാനചിന്തകൾ സമാഹരിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം ഇന്ന് ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവഭയത്തെക്കുറിച്ച് ഓസ്വേഡ് ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നാം ഭീതിയിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവഭക്തി നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ നാം മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നാം ദൈവത്തെ ഭയപ്പെടാതിരിക്കുമ്പോൾ മറ്റെല്ലാറ്റിനെയും ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ദൈവത്തെ ഭയപ്പെടുക എന്നതും ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക എന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമുക്ക് ഹാനി വരുത്തുമെന്ന് നാം ചിന്തിക്കുന്ന ചിലതിനെയാണ് നാം ഭയപ്പെടുന്നത്. എന്നാൽ നമ്മിലെ ആഴവും ശക്തവുമായ സ്നേഹത്തിൽ നിന്നാണ് ഭക്തി പ്രകടമാക്കേണ്ടത്. ഒരിക്കലും ദൈവം നമ്മെ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനല്ല. അങ്ങനെയുള്ള ഒരു രൂപം നാം ദൈവത്തിന് തീർത്തു കൊടുക്കേണ്ടതില്ല. മറിച്ച് ദൈവം നമ്മെ സംരക്ഷിക്കുന്നവനാണെന്നറിഞ്ഞ് ദൈവത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ, ആരാധനയിൽ കർത്താവിനെ ഭയപ്പെടുക മാത്രമല്ല, അവിടുന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും അറിയേണ്ടതാണ്. ദൈവഭയം മറ്റെല്ലാ ഭയത്തെയും കൊല്ലുന്നുവെന്ന് ഹൂബാക്ക് എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളും സമ്പത്തും എല്ലാം നഷ്ടമായപ്പോഴും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചതായി കാണുവാൻ കഴിയും. ദൈവം പിന്നീട് ജോബിനെ അനുഗ്രഹിക്കുകയും നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കുകയും ചെയ്തു. ദൈവത്തെ യഥാർത്ഥ ഭക്തിയോടെയാണോ നാം കാണുന്നത്? അങ്ങനെയെങ്കിൽ അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. നാം മറ്റൊന്നിനെയും ഓർത്ത് ആകുലപ്പെടേണ്ടതില്ല. നമ്മെ ഭയപ്പെടുത്തുന്ന, നിരാശരാക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ ഭയങ്ങളുടെയും നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുക. സകല ഭയങ്ങളെയും മാറ്റുവാൻ കർത്താവ് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കും.